ഈ ഭൂമി ലോകത്ത് വെച്ച് നാം ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതും പരിശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ഈമാനിൻ്റെ സലാമത്തിന് വേണ്ടിയാണ്. മരിക്കുന്ന നേരത്ത് ഈമാൻ രക്ഷപ്പെട്ട് മരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് ജീവിതം അതേ രൂപത്തിലാക്കി മാറ്റണം. മരിക്കുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൽ വന്ന അവസ്ഥകൾ ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലാണ് മരണം സംഭവിക്കുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മരണത്തെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മരിക്കാൻ പോകുന്ന ആള് ഇൻകാന മിൻ അഹ്ലിൽ ലഹ്വി, അവൻ വിനോദത്തിന്റെ കളിയുടെ ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഫമിൻ അഹ്ലിൽ ലഹ്വി, കളിക്കാര് എങ്ങനെ മരിച്ചു പോകുന്നോ അങ്ങനെ മരിച്ചു പോകും. വഇൻകാന മിൻ അഹ്ലി ദിക്രി ഫമിൻ അഹ്ലി ദിക്ർ, കാര്യബോധത്തോടെ ദിക്റും സ്വലാത്തും ഖുർആനോത്തും ഒക്കെ പതിവാക്കി ആഖിറത്തിലേക്ക് ഒരുപാട് അമലുകൾ ചെയ്ത് അങ്ങനെ ജീവിച്ച ആളാണെങ്കിൽ, ദിക്ർ ചൊല്ലി അത് ശീലമാക്കിയ മഹാന്മാർ വഫാത്തായതുപോലെ മരിച്ചു. ദിക്ർ പതിവാക്കിയ ആളുകൾ, കൂടുതൽ ദിക്ർ ചൊല്ലിയ മഹാന്മാരൊക്കെ സന്തോഷത്തോടെ കലിമ ചൊല്ലി നല്ല റാഹത്തോടെയാണ് അവർ വിടവാങ്ങിയത്. ചില മഹാന്മാര് ആ നേരത്തേക്ക് വേണ്ടി മുൻകരുതലുകളൊക്കെ നൽകി മലക്കുകൾ കാണാൻ വേണ്ടി വരുമ്പോ, റഹ്മത്തിന്റെ മലക്കുകൾ സമീപത്ത് വരുമ്പോ അവരെ സ്വീകരിക്കാനും നല്ലവണ്ണം സന്തോഷിപ്പിക്കാനും സുഗന്ധങ്ങൾ വരെ കരുതി വെച്ച സ്വഹാബിമാരുണ്ടായി. വലിയൊരു സ്വഹാബിയാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനു മിന്ന, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിച്ച് മഹാന്മാര് പറഞ്ഞു, മറ്റു സ്വഹാബിമാർക്കില്ലാത്ത വലിയ മഹത്വം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് കൊണ്ടാണ് അങ്ങനെ ഒന്ന് പറഞ്ഞത്. എല്ലാവരെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ല സൽമാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ അഹ്ലു ബൈത്തിന്റെ സ്ഥാനം മഹാനവറുകൾക്ക് വകവെച്ചു കൊടുത്ത മഹാന്മാരായ പണ്ഡിതന്മാരും ഉണ്ട്. സൽമാനു മിന്ന, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നമ്മിൽപ്പെട്ട ആളാണ് എന്ന ഒരു സന്തോഷം പറഞ്ഞതുകൊണ്ട് ആ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കുറച്ച് അത്തർ സ്വന്തം ഭാര്യന്റെ അടുത്ത് ഏൽപ്പിച്ചിരുന്നു. മരിക്കുന്ന സമയമായപ്പോ മഹാനവറുകൾ ഉളു എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നേരത്തെ സൂക്ഷിക്കാൻ വേണ്ടി തന്ന സുഗന്ധങ്ങളൊക്കെ ഇവിടെ, ആ സുഗന്ധങ്ങളൊക്കെ ഇവിടെ വിതരണം, ഇവിടെ പൂശണം. ഞാൻ ഈ കിടക്കുന്നിടത്തും ഈ നടക്കുന്ന വഴിയിലൊക്കെ സുഗന്ധങ്ങൾ പൂശാം. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഞാൻ കാത്തിരുന്ന അതിഥികൾ വരാൻ സമയമായി, അവരെ സ്വീകരിക്കുന്നതിന് വരവേൽക്കുന്നതിന് വേണ്ടി സുഗന്ധം പൂശുകയാണെന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, അതൊക്കെ ഒരു വല്ലാത്ത വിടവാങ്ങലാണ്. ആരും ആഗ്രഹിച്ചു പോകും അങ്ങനെ ഒന്ന് യാത്രയാകാൻ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അന്ത്യയാത്ര അള്ളാഹു നന്നാക്കി തരട്ടെ, ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് കാര്യബോധമുള്ള ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. പ്രായം മറന്നും ഇപ്പോഴും കളിക്കാര കൂട്ടത്തിൽ അശ്രദ്ധരായി നടക്കരുത്. ഒന്നും മഴ മാറാൻ കാത്തിരുന്നതെന്ന് നമ്മുടെ നാട്ടിൽ രാവും പകലും വ്യത്യാസമില്ലാതെ കളിക്കളത്തിലൊന്നും പോകണ്ട കളിക്കാൻ,
അവനവന്റെ കട്ടിൽ തന്നെ ഇരുന്ന് കളിക്കാൻ പറ്റുമല്ലോ ഇപ്പോ. ഉപകരണങ്ങളൊക്കെ റെഡിയല്ലേ. പാതിരാത്രിയിലും കളിക്കുന്ന ആളുകൾ. ദുന്യാവിന്റെ സ്വഭാവമാണ് അത്. അള്ളാഹു ദുന്യാവിന് അങ്ങനെ നൽകിയത്. ദുന്യാവിനെ പറ്റി എങ്ങനെ അള്ളാഹു പറഞ്ഞത്? ഈ ദുനിയാവ് ലഹുവുൻ വലഇബുൻ വസീനത്തുൻ വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അത്രേ ദുന്യാവുള്ളൂ. ദുന്യാവിന്റെ ജീവിതം അല്ലാഹു തആല വിവരിച്ചത് എങ്ങനെയാണ്? ലഹ്വ് വിനോദം, ലഇബ് അത് കുട്ടികളെ കളിയാണ്, അത് അവർക്ക് അനുവദനീയമാണ്. ലഇബും ലഹ്വും രണ്ടും ഒരുപോലുള്ള കളിയല്ല. ലഇബ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കുട്ടികൾ കളിക്കൂലേ, കളിക്കോപ്പൊക്കെ വാങ്ങിക്കൊടുക്കൽ സുന്നത്താണല്ലോ. അവർ കളിക്കും, അവരെ കളിക്കാൻ വിടും വേണം. അതിനാൽ അതവർ പ്രചോദനത്തിന്റെ സമയമാണ്, അവർക്ക് മനസ്സിന് റാഹത്ത് കൊടുക്കും. കുട്ടിക്കാലത്താ പറഞ്ഞു കേട്ടോ, കുട്ടി കഴിഞ്ഞിട്ടുള്ള കാലല്ല പറഞ്ഞത്. അത് വ്യാഖ്യാനിക്കരുത്. ലഇബുൻ കുട്ടികളെ കളി, കുട്ടിക്കാലം കഴിഞ്ഞിട്ടും കളി മാറാത്തവരെ കളിയാണ് ലഹ്വ്. രണ്ടുമുണ്ട് ഖുർആനിൽ, ലഇബും ലഹ്വും. രണ്ടും ഒരേ കളിയല്ലെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയും. ഒന്ന് അനുവദനീയമായ കളി, മറ്റൊന്ന് അരുതാത്ത കളി. തമ്മീസും തക്ലീഫും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മുക്കല്ലഫായ പിന്നെയും കളിക്കുക. കാര്യബോധത്തോടെ പിന്നെ എന്നാ മനുഷ്യൻ ഉണരുക? നമ്മളതാ ചിന്തിക്കുന്നത്. ഒരു കാര്യബോധം ഒരു മുസ്ലിമായ മനുഷ്യന് പിന്നെ എന്നാ വരിക? ആളുകൾ ഇങ്ങനെ കണ്ടപ്പോ വിചാരിച്ചു ഓൻ ചെറിയ പ്രായമായതുകൊണ്ടല്ലേ, പ്രശ്നമില്ല, കുറച്ച് കഴിഞ്ഞാൽ നന്നായിക്കോളും. അങ്ങനെ ഒരു 10-25 വയസ്സായപ്പോ ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ചു കുട്ടികളായി. അപ്പൊ ആളുകൾ വിചാരിച്ചു ഇനിയെങ്കിലും നന്നായിക്കോളും. അപ്പോഴും അവന്റെ കളി മാറിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ചു, എന്നിട്ടും കളി മാറി. ഉമ്മയും മരിച്ചു, എന്നിട്ടും കാര്യബോധത്തില്ല. 40 എന്നിട്ടും കളി മാറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ പേരക്കുട്ടികളായി, ഒരു 50-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 55, എന്നിട്ടും മാറിയില്ല. ഇനി എന്നാ മാറ സഹോദരങ്ങളെ? ജീവിതത്തിന്റെ എല്ലാ വകുപ്പുകളിലേക്കും ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു, ഇയാൾ മാറിയേക്കും, പക്ഷെ മാറിയില്ല. ഇനി എന്ന് മാറും ഈ മനുഷ്യൻ? മുക്കല്ലഫായതോടുകൂടെ കാര്യബോധത്തേക്ക് അവൻ പ്രവേശിക്കണം. ദുനിയാവിന്റെ സ്വഭാവം അങ്ങനെയാണ്. വസീനത്തുൻ, കുറെ അലങ്കാരം. അതാ ദുനിയാവില് അവിടെ ഇവിടെ ഹായ് അടിച്ചു പൊളി, സൂപ്പറാട്ടോ, നല്ല ഉഷാറുണ്ട് കാണാൻ. സീനത്ത് പലയിടങ്ങളിലും കണ്ടില്ലേ? ഭംഗിയായ സ്ഥലങ്ങൾ, സന്ദർശകർക്ക് വേണ്ടി ഭംഗിവിട്ട സ്ഥലങ്ങൾ കണ്ടില്ല? ആളുകൾ ടിക്കറ്റ് എടുത്ത് പോയി ഒന്ന് ആസ്വദിക്കുന്ന സീനത്തും ദുനിയാവിന്റെ സ്വഭാവമാണ്. ലഇബുൻ വലഹുവുൻ വസീനത്തുൻ. പിന്നെ ഒന്നുണ്ട് തഫാഖുറും ബൈനക്കും, പരസ്പരം പവർ പറയൽ. അവനങ്ങനെ എത്രയെന്ന് അറിയാം? 1.5 ലക്ഷമാണ് അവന്റെ ശമ്പളം. അവന്റെ ജ്യേഷ്ഠന് 2.25 ലക്ഷം. അവർക്ക് പറമ്പ് 15 ഏക്കർ. എല്ലാ മക്കളും കുടുംബങ്ങളും വീടെടുത്താലും ബാക്കിയാണ്. അങ്ങനെ കൂട്ടിക്കോളി, ബാക്കി നമ്മള് സാധാരണ പറയല്ലേ. തഫാഖുറും ബൈനക്കും ഫിൽ അംവാലി വൽ ഔലാദ്. തഫാഖുറും ബൈനക്കും, പെരുമ പറയാം. അവർ ഇങ്ങനെ പറയാം. ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളല്ല. ഒരു ചർച്ച തുടങ്ങിയാൽ തന്നെ കാര്യമായിട്ട് ഇങ്ങനെ തുടങ്ങുന്നത്, അങ്ങനെ തീരുന്നു. മകൾക്കൊരു കല്യാണം ഉറച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്താ അടുത്ത ചോദ്യം? പുതിയാപ്പിളക്ക് എന്താണ് ജോലി? പുതിയാപ്പിള എത്ര വരെ പഠിച്ചോ, അവന്റെ ദീനീബോധം എങ്ങനെയെന്ന് അന്വേഷിച്ചോന്നുമില്ല. അടുത്ത ചോദ്യം വരുന്ന അതാണ്. ആകെ ആളുകളെ കണ്ണിൽ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് മാറുന്നത് ഈ നശ്വരമായ ദുന്യാവ്. ഇത് തീർന്നു സഹോദരങ്ങളെ, തീരാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തീരാൻ പോകുന്ന ദുനിയാവിനൊരിക്കലും വാരി പുണരരുത്, കെട്ടിപ്പുണരരുത്. അങ്ങനെ വാരിപ്പുണർന്നാൽ ദുനിയാവിന്റെ നഷ്ടത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ദുഃഖവും സഹിക്കാൻ കഴിയില്ല. മഹാന്മാർക്കൊക്കെ ദുഃഖം വേറെ ലെവലിലായിരുന്നു. ഏറ്റവും വലിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ മനസ്സിലാകെ ഉണ്ടായിരുന്നൊരു വിഷമം, അള്ളാഹുവിന്റെ ഹബീബ് വിട പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം. ആ ഒരു ദുഃഖമായിരുന്നു, ആ ഒരു ടെൻഷനായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ എപ്പോഴും. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന ഈ മദീനയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ ഇപ്പൊ തങ്ങളില്ലല്ലോ, തങ്ങൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞില്ലേ.
ചില മഹാന്മാർ രേഖപ്പെടുത്തി ആ ഒരു വിഷമമാണ്, ആ ഒരു ടെൻഷനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിലേക്ക് നയിച്ചത്. പിന്നെ അവർക്ക് സന്തോഷത്തിന്റെ ലോകല്ല. ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ മോളെ, പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ അടുത്തേക്ക് ആദ്യം വരുന്നത് നിങ്ങളാണ് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സന്തോഷിച്ചു. ടെൻഷനല്ല, സന്തോഷിച്ചു. ഈ ദുനിയാവിൽ എനിക്ക് കുറച്ച് കാലേ ഉള്ളൂ, കൂടുതൽ കാലല്ലല്ലോ. നമുക്കത് കേട്ടാ അങ്ങനെ ഉണ്ടാകുക. ഒരു നാവിന് നല്ല അസറുള്ള ഒരാൾ പറഞ്ഞു നിങ്ങളാകെ 2 മാസേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി എന്താ ചെയ്യാ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ അടുത്തേക്ക് ആദ്യം എത്തുന്നത് നിങ്ങളാണ്. അപ്പോഴാണ് മഹദി സന്തോഷം കൊണ്ടത്. കൂടുതൽ കാലം ഈ ദുനിയാവിൽ ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ, ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് നീങ്ങാം. എന്തെങ്കിലൊക്കെ നന്മ മുടങ്ങിയാൽ പഴയകാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്ന ടെൻഷൻ, ഒരു നിസ്കാരം മുടങ്ങിയാൽ, ഒരു ജമാഅത്ത് മുടങ്ങിയാൽ, ഒരു ദിവസത്തെ ഖുർആനോത്ത് മുടങ്ങിയാൽ, പതിവായി ചൊല്ലുന്ന വിറുദുകൾ മുടങ്ങിയാൽ എത്ര വിഷമായിരുന്നു അവർക്ക്. ആ വിഷമം സഹിച്ച് തീർക്കുന്നതിന് വേണ്ടി പകരം വീണ്ടും 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 ചെയ്യുന്ന പതിവായിരുന്നു. താബിഈ പണ്ഡിതനായ ഒരു മഹാന് വീട്ടിൽ അതിഥി വന്ന കാരണം ളുഹറിന്റെ ജമാഅത്ത് മുടങ്ങിപ്പോയി. അതിഥിയെ സൽക്കരിച്ചുകൊണ്ടല്ലേ, ആള് കുറ്റക്കാരനൊന്നല്ല, നിസ്കാരമല്ല മുടങ്ങിയത്, ജമാഅത്താണ്. അതിഥിയെ സൽക്കരിക്കാൻ അവിടെ വേറെ ആരുമില്ല. അങ്ങനത്തെ ഒരാൾക്ക് ജമാഅത്തിന് ഉദറുണ്ടല്ലോ, നമ്മൾ ഉദർ കാത്തിരിക്കാണ്. 11 ഉദറും നമുക്ക് മതിയാകാതെ വരാണ്. ഞാൻ അതിലും അധികം എഴുതി കിട്ടുകയാണെങ്കിൽ സുഖം എന്നുള്ള നിലയ്ക്ക്. ഞാൻ എന്റെ കാര്യമാണ്, നിങ്ങളെ കാര്യമല്ല പറഞ്ഞത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് വിഷമം വന്നു. അതിഥിയെ സൽക്കരിച്ച ശേഷം അദ്ദേഹം തൊട്ടടുത്ത പള്ളിയിലേക്ക് പോയി സലാം വീട്ടി. ആളുകളൊക്കെ ജമാഅത്ത് കഴിഞ്ഞ് പോരുന്നുണ്ടപ്പോ സങ്കടമായി. അപ്പൊ ആരോട് ചോദിച്ചു ഇനി എവിടെങ്കിലും ജമാഅത്ത് കിട്ടുമോ, ളുഹറിന്റെ ജമാഅത്ത്? അപ്പൊ അവര് പറഞ്ഞു ഇവിടെ തുടങ്ങി കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അപ്പുറത്തൊരു പള്ളിയുണ്ട് അവിടെ തുടങ്ങാറുള്ളത്. അങ്ങോട്ട് വാഹനം എടുത്ത് വിട്ടു. അവിടെ എത്തിയപ്പോ അവിടെയും സലാം വീട്ടി ആളുകൾ പോരുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു ജമാഅത്തിന് സാധ്യതയുള്ള ളുഹറിന്റെ ജമാഅത്ത് കിട്ടാവുന്ന പള്ളി ഉണ്ടോ? മൂന്നാമത്തൊരു പള്ളി പോയി നോക്കുമ്പോ അവിടെയും ജമാഅത്ത്. അവസാനം ഈ സങ്കടം ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി 27 പ്രാവശ്യം ളുഹർ നിസ്കരിച്ചു. കാരണം സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ. 27 ദറജ കൂടുതലല്ലേ ജമാഅത്ത് നിസ്കാരത്തിന്. ആ കണക്ക് വെച്ചുകൊണ്ട് മനസ്സിനൊരു പരിഹാരം കിട്ടാൻ, സമാധാനം കിട്ടാൻ 27 തവണ ളുഹർ അങ്ങ് നിസ്കരിച്ചു. അപ്പോഴാണ് ഒരു ആശ്വാസം വന്നത്. അപ്പൊ അവരുടെ നന്മയോടുള്ള ആഭിമുഖ്യം എത്ര വലുതാണ്. നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത, സൂക്ഷിക്കാത്ത, ഇപ്പോഴും കൊണ്ടു നടക്കാൻ നമ്മൾ തുനിയാത്ത വിഷയമാണ് സഹോദരങ്ങളെ മുഅക്കദായ സുന്നത്ത് നിസ്കാരം. 10 എണ്ണെങ്കിലും നമ്മൾ എപ്പോഴും പതിവാക്കണം. 10 ഉള്ളൂ. 10 റക്അത്ത് മുഅക്കദായ സുന്നത്ത് നിസ്കാരം. ഇപ്പൊ നമ്മൾ ഇശാഇന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. ഇന്നലെ നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിൽ പതിവാക്കി പോകുന്നവർ എത്ര പേരുണ്ട്? നമ്മളൊന്ന് കണക്കൂട്ടി നോക്ക്. നിസ്കാരം കഴിഞ്ഞാൽ ആളുകൾക്ക് എഴുന്നേറ്റ് പോകായിട്ട് എന്തോ ഒരു ധൃതിയാണ്. 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, മുഅക്കദായ സുന്നത്ത് പോകാലോ. മഗ്രിബിന്റെ ശേഷം 2 റക്അത്തില്ലേ, സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് ശേഷം 2 റക്അത്ത്, ആകെ ഒരു 10 റക്അത്ത് മുഅക്കദായ സുന്നത്ത്. ഈ 10 റക്അത്ത് ഒന്ന് വർദ്ധിപ്പിച്ചുകൊണ്ട്, പരിശ്രമിച്ചുകൊണ്ട് കൂടുതൽ നിസ്കരിക്കണം എന്ന നിലക്കാണ് റമളാനിൽ അത് 20 ആക്കപ്പെട്ടത്. തറാവീഹിന്റെ എണ്ണത്രേ 20 ഇങ്ങനെ 20 വന്നത്. ബാക്കിയുള്ള കാലങ്ങളിൽ മുഅക്കദായ സുന്നത്ത് 10 റമളാൻ പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും കാലമാണ്. കൂടുതൽ അമലുകൾ ചെയ്യണം. അതിന് തറാവീഹ് ഇരട്ടിക്കപ്പെട്ടു, 20 ആക്കി. പക്ഷെ നമ്മളെ 20 ഇപ്പൊ നിസ്കരിക്കുന്ന 10 റവാത്തിബിനേക്കാൾ നേരത്തെ തീരുമെന്നുള്ള വേറെ നോക്കണം. അപ്പൊ പിന്നെ അതിൽ കാര്യമായിട്ട് കാമ്പൊന്നും ഉണ്ടാകൂല. മഹാന്മാർ ആ നിസ്കാരം കുറെ ദീർഘിച്ച് നിസ്കരിക്കാൻ ആഗ്രഹിച്ചത് റമളാൻ മാസല്ലേ. റമളാൻ മാസത്തിലെ രാത്രിയിലെ നിസ്കാരത്തിന് എത്ര മഹത്വമുണ്ട്. ആ മഹത്വം അങ്ങനെ തന്നെ കിട്ടണം എന്ന് മനസ്സിലാക്കിയിട്ട്